ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൈപ്പക്ക കൊണ്ടുള്ള ഒരു ചിപ്സ് ആയിട്ടാണ്. നല്ല രുചിയാണ്, നമുക്ക് ചോറിനും ചായക്കും ഒക്കെ പറ്റുന്ന ഒരു ചിപ്സാണ്. അപ്പം അതിനായിട്ട് നമ്മൾ കൈപ്പക്ക ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം അതിലേക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു വലിയ ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മസാല പിടിക്കുന്നവരെ ഒന്ന് കായം തേച്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്വല്പം നേരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്കൊന്ന് ഫുള്ളായിട്ട് നല്ല പകുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. പകുതി പിന്നീടാണ് വറുത്തെടുക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ മീൻ വറുക്കണ പോലെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം വെന്ത് കിട്ടിയൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 3 ടീസ്പൂണാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേപ്പിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല വെള്ളം വേണ്ട, നല്ല കുറച്ച് ലൂസും വേണം. ഇനി അതിലേക്ക് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കയ്പക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതെല്ലാം കോരിയെടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് രണ്ടാമത്തെ ട്രിപ്പും. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതായത് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓരോന്ന് ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ആ ഓയിലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ടീസ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷം കോരിയെടുത്ത് മാറ്റാം. അപ്പം ചിപ്സ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം, ഇല്ലെങ്കിൽ തണുത്ത പോലെ ഉണ്ടാവും. നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ നല്ല കറുമുറുന്നുള്ളൊരു ചിപ്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ വേവില്ല ഉള്ളിൽ. എന്തായാലും മാവ് ഉള്ളതല്ലേ. അപ്പോൾ അതുപോലെ ആക്കിയെടുത്ത് അതൊന്ന് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കോരിയെടുത്ത് മാറ്റി എല്ലാതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ചിപ്സാണ്, കയ്പൊന്നുമില്ല. കണ്ടില്ലേ, നല്ല കറുമുറും നല്ല ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയാണ് തിന്നാൻ. അപ്പം എല്ലാവരും ഒന്നതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.